ഇന്ന് നമ്മളുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് നിത്യവൈദ്യം കൊണ്ടുള്ള തോരനാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു തോരനും കൂടിയാണ് കേട്ടോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? പോയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ നിത്യവൈദ്യം കൊണ്ടുള്ള തോരനാണ് വെക്കണേ. അപ്പോൾ നോക്കിയേ, നിത്യവൈദ്യം നന്നായിട്ട് കഴുകി നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നന്നാക്കണതെന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ചള്ള നിത്യവൈദ്യം ആണെങ്കിൽ നമുക്കിതാ ഇത് ഫുള്ള് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഞാൻ നല്ല കനം കുറവിൽ ചെറുതാക്കിയാട്ടോ അരിയണേ, വട്ടത്തിൽ. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും അരിയാം, 4 കഷ്ണമാക്കിയിട്ടോ നീളത്തിലൊക്കെ അരിയാം. അപ്പോൾ ഇത് ചള്ളായി കാരണം നമുക്കിത് മുഴുവൻ എടുക്കാം. ഇതിൻ്റെ കുരു വരെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ചള്ളിൻ്റെ പോലെയാണ്, അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ മൂത്ത അതാണെങ്കിൽ, ഇപ്പോൾ അതായത് ഇത്രയും വലിപ്പമുള്ളതാണ്, ഇത്തിരി മൂപ്പുള്ളതാണ്, അതിൻ്റെ ആണെങ്കിൽ നമ്മൾ ഇതാ ഈ ഒരു ഭാഗം ഫുള്ള് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഈ തണ്ട് മുഴുവൻ എടുക്കാം കേട്ടോ, മൂത്തേൻ്റെ ആയാലും. ഇത്രയും മൂത്തത് കേട്ടോ, ഇതിനേക്കാളും മൂത്ത് കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പോള പോലെ കിട്ടുക. ഈ ഒരു പോള ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി ഈ കുരു നമുക്കിതിൽ കൂടെ ഇതേപോലെ ചെറുതാക്കി തന്നെ നുറുക്കിടാം കേട്ടോ. അപ്പോൾ പിന്നെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനത്തിൻ്റെ നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. തണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല, കുരു ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഈ ഒരു മൂപ്പുള്ളത് മാത്രമാണ് ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ എപ്പോഴും കുറച്ച് ചള്ളിലെണ്ണ നമ്മൾ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ചള്ളിലാകുമ്പോൾ നമുക്കിങ്ങനെ എണ്ണം കൂടുതലൊക്കെ എടുത്ത് ഇതേപോലെ കൂട്ടി പിടിച്ച് നമുക്ക് അറ്റം വരെ എണ്ണം കൂടുതൽ വെച്ച് അരിഞ്ഞെടുക്കാൻ പറ്റും. ചള്ളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക നിത്യവൈദ്യം അരിയേണ്ടത്. അതായത് ഈ കുരുവിൻ്റെ അവിടുത്തെ പോള മാത്രം മൂപ്പുണ്ടെങ്കിൽ കളയണം. അതേപോലെ തന്നെ കുരു നന്നായി മൂത്തിട്ടുണ്ടെങ്കിൽ ആ കുരും കളയാം. പക്ഷേ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള തണ്ട് മുഴുവനായിട്ട് നമുക്ക് എടുക്കാനും പറ്റും. നല്ല മൂത്തേൻ്റെ അല്ല, ഒരു മീഡിയം മൂപ്പുള്ളതിൻ്റെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുക്കട്ടെ. നമ്മളുണ്ടല്ലോ നിത്യവൈദ്യനിക്ക് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് ഒരു വട്ടം കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ നിത്യവൈദ്യനിക്ക് ഒരു പശ പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരിഞ്ഞിട്ടും കഴുകിയെടുക്കണത് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് ചീനിച്ചട്ടി നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളൊരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേ പെട്ടെന്നൊരു വെയിൽ, അത് ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കണേ. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടി തുടങ്ങട്ടെ. പിന്നെ നമ്മളിതിലേക്ക് നേരിട്ട് തന്നെ നോക്കിയേ, നമ്മുടെ ഈ അരിഞ്ഞ് വെച്ച ഇതിലേക്കാണ് നമ്മൾ 2 കതിര് കറിവേപ്പില, ഒരു 4 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത്, എരിവിനനുസരിച്ച് ഇത്തിരി പച്ചമുളകും കൂടി വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല, നമ്മൾ കഴുകി വാരിയെടുത്ത വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും കുറവിട്ടാൽ മതി കേട്ടോ, പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഭയങ്കര എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റ് ഉള്ളതാട്ടോ ശരിക്കും പറഞ്ഞാൽ നിത്യവൈദ്യനിങ്ങ. ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല, ആ കഴുകി വാരിയെടുത്ത വെള്ളത്തിൽ വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. അത് മാത്രമല്ല പെട്ടെന്ന് വേവും ചെയ്യും കേട്ടോ. നോക്കിയേ, ഇപ്പോൾ ഒരു ആവിയൊക്കെ വന്നു തുടങ്ങി കണ്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ പകുതിയോളം വേവ് കഴിഞ്ഞോട്ടെ, ഇങ്ങനെ ഒരു ആവി കയറുമ്പോൾ തന്നെ ഒന്നുകൂടി ഇളക്കി കൊടുത്ത് നമ്മളിതാ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ.
നമുക്കിടല്ലോ ഇതാ മൂടി തുറന്ന് നോക്കാം. ഇപ്പം നോക്കിയേ നമ്മൾ നിത്യവഴുതിനെങ്കിൽ വെന്ത് കൂട്ടാ എത്രയും വേണ്ട പെട്ടെന്ന് വേവിട്ടാ. ഈ കളർ കണ്ട നമുക്ക് ഇതിൻ്റെ കളർ കണ്ടറിയാം എന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്കിത് നാളികേരൊക്കെ ചെറുകിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അതല്ല ഞാനിപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യണത് 2 കോഴിമുട്ട ഉടച്ച് വയ്ക്കണം കേട്ടോ. നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. തീ കൂട്ടി വെച്ചോട്ടെ ഈ ഒരു സമയത്ത്. നല്ല കൊത്തി പൊരി പോലെ ആക്കി എടുക്കാൻ പറ്റും നമുക്ക്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, എങ്കിലാണ് അതിങ്ങനെ കൊത്തിപ്പൊരി പോലെ ആയി കിട്ടുള്ളൂ നമുക്ക്. ഇപ്പം നോക്കിയാ ഇതാ ഇതേപോലെ കണ്ടോ നമ്മൾ മുട്ടയിട്ടിട്ടാക്കിയപ്പോൾ നല്ലൊരു കൊത്തിപ്പൊരി പോലെ ആയില്ലേ. ഇനി ഇതിലേക്ക് ആരും പറയില്ല കേട്ടോ ഇതിൽ മുട്ട ഇട്ടിട്ടുണ്ടെന്ന് ഒന്നും പറയില്ല, അതേപോലെ ഇരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. ഫുള്ള് നിത്യവഴുതിനെങ്കിൽ മാത്രമേ തോന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഏറ്റവും ലാസ്റ്റായിട്ട് കുരുമുളക് പൊടി. കുരുമുളകിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോട്ടോ, അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ. കുരുമുളക് പൊടി നമ്മൾ കുറേ ഇട്ടിട്ടില്ല, ആ ഒരു കുരുമുളകിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഇട്ടിട്ടുള്ളത്. റെഡി ആയിട്ടാ നോക്കിയാൽ കാണാനായിരുന്നു നല്ല ഭംഗിയായിരിക്കുന്നതാണ് ഉണ്ടോ. ഗ്യാസ് ഞാനിതാ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷൈനെ വിളിച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ നിത്യവഴുതിനി ഉണ്ടല്ലോ വെറുതെ കഴിക്കാൻ നല്ലതാട്ടോ. അതാണ് ഞാൻ വേറെ ഒന്നും എടുക്കാണ്ട് നിത്യവഴുതിനി മാത്രമായിട്ട് എടുത്തു വന്നത്, അല്ല പ്ലേറ്റ് മാത്രമായിട്ട് എടുത്തത്. നോക്കിയേ കാണുമ്പോഴുള്ളൊരു ഭംഗി. ചൂടുണ്ടല്ലേ? ചൂടുണ്ട്, അടിപൊളിയാ. വെറുതെ ചായ കട്ടൻ ചായ ഇത് കഴിക്കാം. കട്ടൻ ചായ ആയിരുന്നു അല്ലേ? രസമല്ല അത്? ഇതൊക്കെ സിമ്പിളാ ഒരാൾക്ക് കഴിക്കാനായിട്ടത്. ഫുള്ള് എന്താ പറയാ വേവാണെങ്കിലോ ആവി കയറുമ്പോഴേക്കും വേവും, അത്രയും പെട്ടെന്ന് വേവണത്. അത്ര രസമായിട്ടുള്ള ഒരു കറി കേട്ടത്. അപ്പം എല്ലാവരും ഇത് നിത്യവഴുതിനി ഉണ്ടെങ്കിൽ ഇതൊന്നും ആക്കി നോക്കിക്കോളാം. അപ്പോൾ നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വഴി ചെയ്തു.